ഞാൻ അമ്പിളി. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് പാവയ്ക്ക തീയലാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ പാവയ്ക്ക തീയൽ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പാവയ്ക്ക തീയൽ വെക്കുന്നതിനായിട്ട് ആവശ്യമായ പച്ചക്കറികൾ ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിരിക്കുന്നു. ഒരു ചെറിയ പാവയ്ക്ക ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ. പിന്നെ ഒരു സവോളയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ പാകത്തിന് അരിഞ്ഞെടുക്കണം. തക്കാളി, ഒരു ചെറിയ തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നു. അതുപോലെ പച്ചമുളക്, ഒരു 3 പച്ചമുളക് ഞാൻ ഈ നീളത്തിൽ അരിഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് പാവയ്ക്ക തീയൽ വയ്ക്കുന്നതിന് വേണ്ടത്. അടുത്തതായിട്ട് ഞാൻ തേങ്ങ ചെറുതായിട്ട് ചിരകിയിട്ട് അത് വറുത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പാകത്തിന് ബ്രൗൺ നിറത്തിൽ വറുത്ത് നമ്മൾ കോരണം. ഇത് ഏകദേശം ഒരു തേങ്ങയുടെ പകുതി ഇല്ല, അതിലും കുറച്ച് ഞാൻ വറുത്തരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇത്രയും തേങ്ങ വറുത്തരച്ചത് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുകയാണ്. അത് അരിയുന്നതിനാവശ്യമായ വെള്ളം കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചു കൊണ്ടുവരാം. ഞാൻ ഒരു ചീനിച്ചട്ടി സ്റ്റവിൽ വച്ചിരിക്കുകയാണ്. നന്നായിട്ട് ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരല്പം കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം നീളത്തിലരിഞ്ഞ പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പിന്നീട് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഈ പാവയ്ക്കയും സവോളയും എല്ലാം നന്നായിട്ട് വഴന്ന് കിട്ടണം. എന്നിട്ട് വേണം നമുക്ക് തക്കാളിയും മറ്റു പൊടികളും ചേർക്കുവാനായിട്ട്. അപ്പോൾ ഇത് ചെറിയ തീയിൽ വേണം സ്റ്റവിൽ വയ്ക്കുവാനായിട്ട്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. പാവയ്ക്കയും സവോളയും വഴറ്റാനായിട്ട് വെച്ചത് ഏകദേശം പാകമായിട്ടുണ്ട്. ഈ പാകം ആകണം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു 5 മിനിറ്റോളം പാവയ്ക്കയും സവോളയും പച്ചമുളകും വഴറ്റുന്നതിന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളിയും ചേർത്തിരിക്കുന്നു. പാകത്തിന് ഉപ്പും കൂടി ചേർത്തിരിക്കുകയാണ്. ഒരു 2 മിനിറ്റ് ഇതെല്ലാം കൂടി ഒന്നുകൂടി വഴന്നു വരട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്രയും പൊടികളാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. പൊടികളുടെ പച്ചപ്പൊക്കെ ഒന്ന് പോകണം. എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. പൊടികളുടെ പച്ചപ്പെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ചത് ഇവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർക്കുകയാണ്. മിക്സിയുടെ ജാറിലുള്ളതും കൂടി ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഈ ചീനിച്ചട്ടിയിലേക്ക് ചേർക്കുന്നു. എല്ലാം കൂടി നമുക്കൊന്നുകൂടി മിക്സ് ചെയ്യാം. അടുത്തതായിട്ട് ഞാൻ വാളംപുളി ഒരു ചെറിയ ഭാഗമാണ് എടുത്തിട്ടുള്ളത്, കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് അല്പം വെള്ളത്തിൽ ഇട്ട് ചാലിച്ച് അതിൻ്റെ നീരാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത്. ഞാൻ വാളംപുളി പിഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് നമ്മുടെ പാവയ്ക്ക തീയലിലേക്ക് ചേർത്ത് കൊടുക്കുന്നു. തീയലിനൊരു പുളിരസം വേണം, തക്കാളിയുടെ പുളി മാത്രം പോരാ. നമുക്ക് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഒന്ന് തിളച്ചാൽ മതി. നമ്മുടെ പാവയ്ക്ക തീയൽ റെഡിയായി. പാവയ്ക്ക എല്ലാവർക്കും ഇഷ്ടമല്ല, പക്ഷേ ഇഷ്ടമുള്ളവർക്ക് അത് വളരെ ഇഷ്ടമാണ് താനും. അപ്പോൾ ഈ പാവയ്ക്ക തീയൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. ഈ കറി വെച്ചതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിരിക്കും. നമ്മുടെ പാവയ്ക്ക തീയൽ റെഡി ആയിരിക്കുന്നു. തിളച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. ഇനി ഇത് നമുക്ക് വാങ്ങി വയ്ക്കാം.